എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. പറഞ്ഞാൽ സ്ത്രീവിരുദ്ധ ചാപ്പ് കിട്ടുമോ എന്നും അറിയില്ല. കിട്ടിയാലും തരക്കേടില്ല. അവിടുന്ന് കിട്ടിയത് കുറച്ച് കുറഞ്ഞു പോയെന്നോർത്ത് ഒട്ടും വിഷമിക്കണ്ട. ബാക്കി ഇവിടുന്ന്. അമ്മയും ഒരു സ്ത്രീയാണ്. ആ കണ്ണുനീര് കേരളത്തിന്റെ വേദനയാകുന്നൊരു വല്ലാത്ത ദിവസം. അത് പറയാൻ കഴിവില്ലെങ്കിൽ പിന്നെ കോട്ടുമെടുത്തിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കാര്യമുണ്ടോ? വീടിന്റെ ഉമ്മറ തകാലത്തിൽ അവസാന യാത്രയ്ക്ക് ഒരുങ്ങിക്കിടന്നവന്റെ ജന്മദിനം ഇന്നലെയായിരുന്നു. പ്രായം കേവലം 42 ഉള്ളൂ. ആ താടി കൂട്ടിക്കെട്ടി ചേതനയില്ലാത്ത മുഖത്തേക്ക് നോക്കി, മുത്തേ നിന്റെ മുഖമൊക്കെ മാറിപ്പോയല്ലോടാ മോനെ എന്ന് വേദനിക്കുന്ന ഒരു പെറ്റവയറിന്റെ വേദന കണ്ടു നിൽക്കാവതാണോ? ലോകത്തിലെ ഏറ്റവും വലിയ വേദനയുടെ പേര് അമ്മയുടെ പുത്രദുഃഖമെന്നാണ്. ദീപകിന്റെ തലക്കൽ കൊളുത്തിവെച്ച് നിലവിളക്ക് പോലെ അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും ആ വീടിന്റെ ഒരേ ഒരു വെളിച്ചം താനെയങ്ങ് കിട്ടുപോയതല്ല. റീച്ചിനും ഷെയറിനും വേണ്ടി അഹങ്കാരത്തിന്റെ പരകോളിൽ ഒരു സ്ത്രീ അടിച്ചു കെടുത്തിയതാണ്. ഒരു കുടുംബം നാനാവിധമാക്കിയതാണ്. പുതിയ തലമുറയിലെ പെൺകുട്ടികളുടെ ആസൂത്രണ മനോഭാവത്തിന്റെ കഥ ഇവളിൽ നിന്ന് തുടങ്ങുന്നു. അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന ഒരു ആത്മഹത്യയിലേക്ക് ചാടി വീണ് അവരുടെ രാഷ്ട്രീയവും മതവും ചികഞ്ഞ് 10 വോട്ടിനുള്ള സ്കോപ്പുണ്ടോ എന്ന് നോക്കുന്നവരുണ്ട്. ചെറുനക്കുന്ന ചെന്നായ്ക്കൾ അത്തരക്കാരെ വിട്ടേക്ക്. എന്തും നമുക്ക് ഓട്ടാക്കണം. എന്തും ഇവിടെ പ്രശ്നം അതല്ല. അക്കാലം അത്രയും എല്ലാവരും നല്ലതു മാത്രം പറഞ്ഞൊരാൾ, രാവന്തിയോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുടുംബത്തിന് വേണ്ടി ജീവിച്ചൊരുത്തനെ സോഷ്യൽ മീഡിയ കമ്പോളത്തിന് വേണ്ടി സൈബർ ആൾക്കൂട്ടക്കൊലയിൽ തൂക്കി വിറ്റ് കഴിവേറ്റിയതാണ്. നവീൻ ബാബുവിന്റെ കാര്യത്തിൽ എപ്പോഴും പറഞ്ഞതുപോലെ മരിച്ചുപോയവർക്ക് വേണ്ടി ആഞ്ഞുവാദിക്കൽ ഉത്തരവാദിത്തമെന്ന ബോധ്യത്തിൽ മാത്രമല്ല, വീഡിയോ പലയാവർത്തി കണ്ട ബോധ്യത്തിൽ പറയുന്നു. ആ യുവാവ് 110% നിരപരാധി. ഭാരമുള്ള ഒരു ബാഗ് ഉയർത്തുമ്പോൾ അറിയാതെ പറ്റിയത് റീച്ചിന് പറ്റിയ ഒരു കോപ്പ് കിട്ടിയ ആനന്ദത്തിൽ ചിരിച്ചുകൊണ്ട് ലൈംഗികാതിക്രമം പകർത്തിയെന്ന് ആരോട് പറയാനാണ്? ആദ്യമായിട്ടൊരു വീഡിയോ എറിച്ചില്ല, പിന്നെ ആ സ്ലോ മോഷൻ പല ആംഗിളിൽ എഡിറ്റ് ചെയ്ത് സാരോപദേശം തള്ളിക്കയറ്റിയ വീഡിയോ ഇന്നലെ അപ്പോൾ 27 ലക്ഷം പേര് കണ്ടെങ്കിൽ ഒരുത്തനെ പച്ചക്ക് വെട്ടിക്കീറി ഇറച്ചി കഷ്ണം വിൽപ്പനയ്ക്ക് വെച്ചതിന്റെ കൂലിയാണ്. കഷായം ഗ്രീഷ്മയ്ക്കും കൂടത്തായി ജോളിക്കും വേണ്ടി വാദിച്ചവർ ഇവിടെയും ഒരു ഹാഷ്ടാഗ് അവൾക്കൊപ്പം ഉണ്ടാക്കി ഇറങ്ങുന്നുണ്ട്. സ്ത്രീപക്ഷ കാപട്യങ്ങളെ നാണമുണ്ടോ? കോൾ ഔട്ട് എന്നും പറഞ്ഞ് യഥാർത്ഥ പരാതികളെയും തൊലക്കലാണ് നിങ്ങളുടെ പണി. ഇത് കൊള്ളയാണ്, തട്ടിപ്പാണ്, പകൽ കൊള്ളയാണ്. ശരിയായ പരാതിയിൽ ആർജവത്തോട് അവൾക്കൊപ്പമാണ്. പക്ഷേ ഈ വ്യാജങ്ങളെ, സോഷ്യൽ മീഡിയ കോണ്ടന്റ് അപരാധങ്ങളെ സ്ത്രീ സമൂഹം ചെറുക്കുന്നില്ലെങ്കിൽ ഇനിയും അച്ഛനും മക്കളും ഭർത്താവും അടക്കം മച്ചകത്ത് തൂങ്ങിയാടും വേട്ടക്കിരകൾ, ആൺ ശവങ്ങൾ. ഏതോ സമാന്തര ലോകത്ത് ലൈക്കത്രയെന്ന് നോക്കി പൂണ്ടിരിക്കുന്ന പെർവേർട്ടുകൾ അടങ്ങരുത്. ഫോണും തൂക്കി ഇറങ്ങണം. ഗോവിന്ദാപുരത്തെ അമ്മയുടെ കണ്ണുനീരും മകന്റെ വായ്ക്കരയും കൂടി പിടിച്ച് വീഡിയോ ഒരു മ്യൂസിക് ഇട്ട് തള്ളിക്കയറ്റ്. അങ്ങോട്ട് കുത്തിക്കയറട്ടെ, ലൈക്കും ഷെയറും തീരട്ടെ നിന്റെയൊക്കെ മുടിഞ്ഞ ആർത്തി. സൈബർ സേതുരാമയ്യരന്മാര് അവർക്ക് സബ്ജക്റ്റീവായിട്ട് തോന്നിയ ആരോപണം അവിടെ ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ വിഷ്വൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ബോധപൂർവം ആ വ്യക്തി എന്തെങ്കിലും ഒരു അസേർട്ടീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആക്ടിലൂടെ ഒരു ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാക്കുന്നതായിട്ട് ഒരു തരത്തിലും കാണാൻ കഴിയുന്നില്ല. ഒരു യൂട്യൂബറുടെ എല്ലാ ചാരുതയും സ്കില്ലും പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് തുടക്കം മുതലേ ആ വിഷ്വൽ പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ആ വീഡിയോ പിടിക്കുന്നത്. ഇവളെ ഇന്ന് ഞാൻ വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. ഇത് കെണി വെച്ച് പിടിക്കുകയായിരുന്നു എന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ മരണപ്പെട്ട വ്യക്തിയോട് ചെയ്യുന്ന വലിയൊരു നീതിരാഹിത്യമായി. താങ്കൾ പറഞ്ഞത് ഫോണല്ലേ? ഞാൻ മനസ്സിലാക്കിയ അദ്ദേഹത്തിന് ദീപകിന്റെ കയ്യിൽ ബാഗുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സെയിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ബാഗുണ്ട്, ഭാരമേറിയ ബാഗാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ ബാഗ് പൊക്കില്ലേ? ആ ബാഗ് പൊക്കുമ്പോൾ സ്വാഭാവികവും 2 മുട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. ആ മുട്ടിൽ പറ്റിയൊരു സ്പർശമാണ്, അതല്ലാതെ മനഃപൂർവ്വമാണെന്ന് എനിക്ക് ബോധ്യമില്ല പല ആവർത്തി കണ്ടതിൽ. പരസ്പരം മനുഷ്യരോടുള്ള ഒരു ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പ്രകടിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നില്ല അവരവിടെ ചെയ്തത്. അവർ പിന്നീടും പോലീസിൽ ഒരു കംപ്ലൈന്റ് ചെയ്യുകയോ ഈ വിഷയം ഉയർത്തുകയോ ലക്ഷ്യമായിരുന്നില്ല. മാത്രമല്ല, വെള്ളിയാഴ്ച വീഡിയോ ഇട്ട് ഞായറാഴ്ച ആകുമ്പോഴേക്കും 27 ലക്ഷം പേര് അത് കാണുന്നു, അവരുടെ ഫോളോവേഴ്സ് കൂടുന്നു. അത് തന്നെയാണ് യഥാർത്ഥ ലക്ഷ്യം എന്ന് സംശയിക്കാൻ പല കാരണങ്ങളുണ്ട്. കാര്യം അവരുടെ ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ നോക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ തൊട്ട മുട്ടായി മേടിച്ച അടക്കം എന്താണ് ഒരു കോണ്ടന്റ് ആക്കുന്ന ഒരാളാണത്. എല്ലാ കാര്യങ്ങളും കോണ്ടന്റ് ആക്കുക. ഈ പറയുന്ന എന്താണ് ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല അതിൽ. അപ്പോൾ കിട്ടിയ ഒരു കണ്ടന്റ് പരമാവധി റീച്ച് ആക്കാൻ നോക്കി എന്നതിനപ്പുറം അതിലൊന്നുമില്ല. ഇതൊരു മെയിലിന്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ അൺകറക്റ്റഡ് ബിഹേവിയർ. ഫോണിൽ വീഡിയോ ഓൺ ആക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓൺ ആക്കിയത് അയാൾ കണ്ടിട്ടുണ്ടല്ലേ? ഇത് കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാ.
മാത്രമാണോ കുറ്റക്കാരി? യഥാർത്ഥത്തിൽ നമ്മൾ സമൂഹം കൂടി കുറ്റക്കാരാണ്. ദീപകിന് സമൂഹത്തിലുള്ള വിശ്വാസം, നാട്ടുകാരിലുള്ള വിശ്വാസം, സിസ്റ്റത്തിലുള്ള വിശ്വാസം കൂടി നഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. കോടതി പോയാലും നീതി സംവിധാനത്തിൽ പോരാടിയാലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോരാടിയും തനിക്ക് ജയിക്കാമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ദീപക് ഈ കടുംകൈ ചെയ്യില്ല. അവിടെയാണ് ഹോപ്പ്ലെസ് ആകുകയാണ്. ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്നത് അവന് വിഷമമുള്ളതുകൊണ്ട് മാത്രമല്ല, അവന് പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ടാണ്, പ്രത്യാശ ഇല്ലാത്തതുകൊണ്ടാണ്. തനിക്ക് നീതി കിട്ടുമെന്നും താൻ നിരപരാധിയാണെന്നും തെളിയിക്കാൻ അവന് കഴിയുമെന്ന വിശ്വാസം ഇല്ലാത്തപ്പോഴാണ്. ചേറ്റത്തര എവൻ കാണിച്ചാലും ചേറ്റത്തരം തന്നെയാ. അത് ബ്രിട്ടീഷുകാരനായാലും ശരി, ഇന്ത്യക്കാരൻ പെരുമാളായാലും ശരി. ചിന്തിക്കണം. കാരണം ആ സീൻ ഞാൻ കണ്ടായിരുന്നു. അതിനകത്ത് അയാൾ കൈകൊണ്ട് തട്ടി, പക്ഷേ അവർ വീണ്ടും അവരൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ കോഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയത്. 27 ലക്ഷം പേരല്ലേ കണ്ടിരിക്കുന്നത്. മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട്. അവരൊരു പഞ്ചായത്ത് മെമ്പറായിരുന്നെന്ന് ഞാൻ അറിയുന്നത്. സാമൂഹിക പ്രവർത്തകയാണ്. അപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ അത് മുതലെടുത്തു. അതിനകത്ത് അതുകൊണ്ടാണ് അവർ ആ രീതി പ്രവർത്തിച്ചത്. വെളിച്ചപ്പാടാവില്ല. ആരായാലും മര്യാദ എന്നൊരു സാധനം വേണം. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ, ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ്. നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെൻ്റ് ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല. ശേഷിയുണ്ടോ ഇല്ലയോ എന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണോ നിങ്ങൾ ആ വീഡിയോ എടുത്തുകൊണ്ട് പോയി നിന്നേ? വേറെ ഒരു വഴിയില്ല ഗൈസ്, പെട്ടിരിക്കുകയാണ് നമ്മൾ. ശരിക്കും മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമില്ലേ, അതും കൊണ്ടാണ്. നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ജനങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതാണോ ഇതിന്റെ മര്യാദ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? കയ്യിൽ തഴമ്പുള്ള കുറച്ച് ഹൈറേഞ്ച് നസ്രാണികളെ നീ കണ്ടിട്ടുള്ളൂ. നെഞ്ചിൽ തഴമ്പുള്ളവരെ നീ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത്. ഇത് കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം. അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലുമാണ്. എനിക്കറിയാം, ഉറപ്പായിട്ടറിയാം, നിങ്ങളാണത് ചെയ്തത്. നഷ്ടപ്പെട്ടു പോയി നിങ്ങളുടെ ജീവിതം മടക്കി കൊണ്ടുവരാൻ പറ്റുമോ? അപ്പോൾ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ രീതിയിൽ അങ്ങനെ ദീപക് കുമാർ ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു കമ്മീഷൻ ഉണ്ടായാൽ എന്താ പിഴവ് എന്ന് ഇപ്പോൾ തോന്നിപ്പോവാണ്. ആദ്യമായിട്ടുണ്ടോ ആ ഒരു തോന്നൽ? അല്ലെങ്കിൽ തന്നെ നമ്മുടെ ആണുങ്ങളുടെ വാക്കിനൊരു വിലയില്ല. എന്തായാലും ഇപ്പോഴും ആ പെൺകുട്ടി ഇത് ശരിയാണെന്നും ദീപക് ബസ്സിൽ വെച്ച് എന്തോ അതിക്രമം നടത്തിയെന്നും പറയുന്ന ആക്ടിവിസ്റ്റുകളുണ്ട്. പ്രിയപ്പെട്ട ആക്ടിവിസ്റ്റുകളെ, പ്രിയപ്പെട്ടതല്ല ആക്ടിവിസ്റ്റുകളെ, നിങ്ങൾ യഥാർത്ഥത്തിൽ പറയുന്നത് സ്ത്രീപക്ഷമല്ല, കാപട്യമാണ്, കാപട്യ സ്ത്രീപക്ഷമാണ്. പെണ്ണോന്ന് വിചാരിച്ചിട്ടാണ്, ഇല്ലെങ്കിൽ കാലി തൂക്കി ഞാൻ